നമസ്കാരം, എൻ്റെ പേര് സറ ജോബൻ. ഞാൻ സെൻറ് മേരീസ് ഹൈസ്കൂൾ കല്ലാനോട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊച്ചേട്ടൻ്റെ കത്ത്. ടീച്ചറിനോടടുക്കാം അമ്മയോളം. പ്രിയ DCL കൂട്ടുകാരെ, മനസ്സു നിറയെ മറ്റുള്ളവർക്കായി പകർന്നു നൽകാൻ സ്നേഹം മാത്രം നിറച്ച് യാത്ര തുടങ്ങിയതായിരുന്നു സിസ്റ്റർ ഹേസ്ലറ്റ് SD എന്ന അധ്യാപികയായി വിരമിച്ച സന്യാസിനി. എന്നാൽ ഡ്രൈവർ സ്വിച്ചിട്ട് അടയ്ക്കേണ്ട ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് വാതിൽ അടയ്ക്കാതെ വേഗത്തിൽ മുന്നോട്ടു പോയ ബസ്സിൽ നിന്ന് സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതര പരിക്കുകളെ അതിജീവിക്കാനാകാതെ നമ്മോട് വിട പറഞ്ഞു. കോതമംഗലം കോഴിപ്പള്ളിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇക്കഴിഞ്ഞ വർഷം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച് നിരവധി മേഖലയിൽ നിന്ന് സജീവ ശുശ്രൂഷ ചെയ്തു വന്ന നല്ല അധ്യാപികയായ സിസ്റ്ററിന് ഇന്നലെ ജീവൻ നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സമൂഹത്തിൻ്റെ പ്രസിഡപ്പായിരുന്നു ഏവർക്കും പ്രിയങ്കരിയായിരുന്ന സ്വപ്ന രാജേഷ് ടീച്ചർ. 10Cയുടെ ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും സഹ അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്നു സ്വപ്ന ടീച്ചർ. ഇന്നലെ നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് പോയതാണ്. പതിവ് പോലെ ഇന്നു രാവിലെ സ്കൂളിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാവുകയുമാണ് ഉണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠർ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി ലോകത്തോട് യാത്ര പറഞ്ഞു. ഹേസ്ലറ്റ് സിസ്റ്ററിൻ്റെയും സ്വപ്ന ടീച്ചറിൻ്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകങ്ങൾക്കരികിലൂടെ വിങ്ങിക്കരിഞ്ഞ് നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസ കാലത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നതോ കലാതിലകമോ പ്രതിഭയോ ആകുന്നതോ ആണോ? സമ്മാനങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിലും താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പം ഉണ്ട് എന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ആത്മവിശ്വാസവും ഉള്ളിലെ അഭിമാനവുമല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം? തീർച്ചയായും അതെ. അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായാൽ മാത്രം മതി. അധ്യാപകരോട് എത്രമാത്രം അടുപ്പമാകാം? അമ്മയോളം, അച്ഛനോളം എന്നേ ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ്. ഗുരുദേവഭാവം എന്നു തന്നെയാണ് നമ്മുടെ പ്രമാണം. ദൈവതുല്യമാണ് ഗുരുസ്ഥാനം. ഗുരുത്വം എന്ന മഹാകൃപ വിദ്യാർത്ഥിയിലേക്ക് വർഷിക്കാൻ ഉള്ളിൽ വെളിച്ചമുള്ള ഗുരുവിന് മാത്രമേ കഴിയൂ. അതിനാൽ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാൻ ഒട്ടും ബാക്കി വെക്കരുത്. അവരെ അമ്മയെപ്പോലെ സ്നേഹിക്കുക. സ്നേഹം ഒട്ടും കുറച്ചു കളയരുത്. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം. മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കരുത്. പിന്നീട് അവസരം കിട്ടിയെന്നും വരില്ല. സ്വപ്ന ടീച്ചറിനോടും ഹേസ്ലറ്റ് സിസ്റ്ററിനോടും പിന്നീട് പറയാനായി ബാക്കിയാവുകയാണ്. നമുക്ക് ഇന്ന് തന്നെ സ്നേഹാദരവുകളോടെ പുഞ്ചിരി മഞ്ചിരികളുമായി നമ്മുടെ അധ്യാപകരുടെ മനസ്സിൽ ശിഷ്യവസന്തം തീർക്കാം. അമ്മയോളം അടുക്കാം. അനുഗ്രഹീതരാകാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. താങ്ക് യു.